ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അത് കണ്ട ഉർവശി ഞെട്ടി. ശേഷം സുവർണ പറഞ്ഞു, നമ്മുടെ ലക്ഷ്യം ഒന്നാണ്, ഇന്ദ്രനീലം. ആ ഇന്ദ്രനീലത്തിനു വേണ്ടി തന്നെയാണ് ഈ കളികളെല്ലാം കളിക്കുന്നതും. ഇതേ സമയം പ്രീതി തന്റെ നെറ്റിയിൽ വീണ രക്തത്തുള്ളികൾക്ക് പരിഹാരം കാണാൻ എന്നോണം അമ്പലത്തിൽ പൂജാരിയുടെ അടുത്തെത്തി. അന്നേരം പൂജാരി പറഞ്ഞു, മോളെ പ്രീതി, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ നീ വൈകാതെ വിവാഹിതയാകുമെന്ന്? ഇത് അതിന്റെ സൂചനയാണ്. നിന്റെ സീമന്തരേഖയിൽ ആരുടെ രക്തത്തുള്ളികളാണോ ഈ പതിച്ചിരിക്കുന്നത്, അവൻ തന്നെ നിന്റെ ജീവന്റെ പാതിയായി മാറും. അതാണ് ഞാൻ എൻ്റെ ഉൾക്കണ്ണിൽ കാണുന്നത്. അതേസമയം അലാവത്ത് ജ്വല്ലേഴ്സിലിരിക്കുന്ന രഘു സ്വയമേ ചിന്തിക്കുന്നു, മഹാദേവ, അവളെ കണ്ട മാത്രയിൽ തന്നെ എൻ്റെ നെഞ്ചിലേക്ക് അവൾ ഇരച്ചു കയറിയതാണ്. അവളുടെ മിഴികളിൽ എന്നോടുള്ള സ്നേഹം ഞാൻ കണ്ടിട്ടുമുണ്ട്. എനിക്ക് നീ അവളെ എൻ്റെ വധുവായി തരണേ മഹാദേവ. 5 ദിവസം കഴിഞ്ഞു. പ്രാർത്ഥന തന്റെ പ്രതികാരം നിർവഹിക്കാനുള്ള പുറപ്പാടിലാണ്. അതിരാവിലെ തന്നെ പ്രാർത്ഥനയുടെ റൂമിലെത്തി. മോളെ പ്രാർത്ഥന, ഇന്ന് നിന്നെ കാണാൻ ഒരു പയ്യൻ വരുന്നുണ്ട്. നിനക്ക് ആ പയ്യനെ ഇഷ്ടമാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നീ പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടി നന്നായി ഒരുങ്ങിക്കോ മോളെ. പ്രതയുടെ വാക്കുകളെ പ്രാർത്ഥനയ്ക്ക് നിരസിക്കാനായില്ല. എനിക്ക് ഇപ്പൊ കല്യാണം ഒന്നും കഴിക്കണ്ട, പക്ഷേ അമ്മയുടെ ഈ നിർബന്ധം, അതിൽ നിന്നും ഒഴിയാനും കഴിയില്ല. തൽക്കാലം ഈ പെണ്ണ് കാണലിന് വേണ്ടി ഞാൻ ഒരുങ്ങിയേ മതിയാകൂ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ മിസ്റ്റർ ഋഷഭ്. നിങ്ങളുടെ മരണം അടുത്തു കഴിഞ്ഞു. എൻ്റെ നെറ്റിയിൽ സിന്ദൂരക്കുറി വീഴുമ്പോൾ എൻ്റെ അമ്മയുടെ നെറ്റിയിലെ സിന്ദൂരം മാഞ്ഞു പോകുമല്ലോ എന്ന നിരാശ മാത്രമേ എനിക്കുള്ളൂ. തെറ്റുകാർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. തെറ്റുകൾക്ക് മുന്നിൽ സ്വന്തം ബന്ധങ്ങളില്ല. പ്രാർത്ഥന പെണ്ണ് കാണലിനായി അണിഞ്ഞൊരുങ്ങി. ഇതേ സമയം പ്രാർത്ഥനയെ പെണ്ണ് കാണാൻ വരുന്നത് സാക്ഷാൽ രഘുവീർ അലാവത്തായിരുന്നു. എറണാകുളത്ത് നിന്നും കാറിൽ രഘുവും രഘുവിന്റെ മൂത്ത സഹോദരൻ വിനയും തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാറിലൂടെ പോകുമ്പോൾ രഘു ചോദിച്ചു, എന്തിനാ ഏട്ടാ ഈ പെണ്ണ് കാണലൊക്കെ? എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലേ? എന്നിട്ടും ഏട്ടൻ എന്തിനാ അങ്ങ് തിരുവനന്തപുരത്തേക്ക് എന്നെ പെണ്ണ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്? ഏട്ടൻ ദേ ഇങ്ങോട്ട് നോക്ക്, എന്ത് ഭംഗിയല്ലേ ഇവളെ കാണാൻ, എന്ത് നല്ല സ്വഭാവമാണെന്നോ, വളരെ പാവം കുട്ടിയാണ് എന്ന് പറഞ്ഞ് രഘു തന്റെ ജ്വല്ലേഴ്സിലെ CCTVയിൽ നിന്നും ക്യാപ്ചർ ചെയ്ത പ്രീതിയുടെ ഒരു ഫോട്ടോ വിനയെ കാണിച്ചു. പക്ഷേ ഏട്ടൻ എന്തിനാ കോടീശ്വരനായ ഋഷഭ് ഗുജ്റാളിന്റെ മകളെ കൊണ്ട് എന്നെ കെട്ടിക്കൊന്ന് വാശി പിടിക്കുന്നത്? അന്നേരം വിനയ് പറഞ്ഞു, രഘു, നീ ഋഷഭ് സാറിന്റെ മകൾ പ്രാർത്ഥനയെ കണ്ടിട്ടില്ലല്ലോ. ദാ ഇതാണ് പെൺകുട്ടി, ഈ പ്രീതിയെക്കാളും സുന്ദരിയാണവൾ എന്ന് പറഞ്ഞ് വിനയ് രഘുവിന്റെ നേരെ പ്രാർത്ഥനയുടെ ഫോട്ടോ കാണിക്കാൻ കൊണ്ടുപോയി. അന്നേരം രഘു അത് തടഞ്ഞു. ഏട്ടാ വേണ്ട, എൻ്റെ കണ്ണിൽ പ്രീതിയാണ് സുന്ദരി. അവൾക്ക് പകരമായി ആര് വന്നാലും അതൊന്നും എന്നെ തൃപ്തിപ്പെടുത്തുന്നതല്ല. ഇത്രയും പറഞ്ഞ് രഘു ആ ഫോട്ടോയിലേക്ക് നോക്കിയില്ല. അന്നേരം വിനയ് മനസ്സിൽ പറഞ്ഞു, പൊന്നുമോനെ രഘുവീറെ, നീ സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന ഈ പ്രീതി തന്നെയാണ് പ്രാർത്ഥന. അത് നിന്നോട് പറയാൻ നോക്കുമ്പോ നീ സമ്മതിക്കുന്നില്ലല്ലോ. നിന്റെ ചെക്കനെ നോക്ക്. പ്രദാ, ആ മൂടുപടം മാറ്റ് മോളുടെ മുഖത്ത് നിന്ന്. ഇതാണോ ഏട്ടൻ പറഞ്ഞ ആ സുന്ദരി? ഇതാണ് പ്രാർത്ഥന. അല്ല പ്രാർത്ഥന, താനിപ്പോ ഏതുവരെ പഠിച്ചു?